ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെയ്മാസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ആദ്യം ഒരു കുക്കറിലേക്ക് ഇതുപോലെ അരിഞ്ഞ ക്യാരറ്റ് 1.5 കപ്പോളം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി അതേ കപ്പിൽ തന്നെ അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുക്കർ ഹൈ ഫ്ലെയിമിൽ 1 വിസിലടിക്കുന്നത് വരെ വെക്കുക. ഇനി ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എപ്പോഴും ഇളക്കണമെന്നില്ല, അടി പിടിക്കണമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മണത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം കുറച്ചിടണം. അപ്പോൾ നമ്മൾ പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദപ്പൊടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൽവയുടെ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സ് നെയ്യിലിട്ട് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.